വീട്ടിൽ ഒരു അച്ഛനും അമ്മയും 5 മക്കളും തമ്മിലുള്ള സ്നേഹവും വഴക്കും അവിടെ ഉണ്ടാകുന്ന നോർമലായിട്ടുള്ള സംഭവങ്ങൾ. ഇതാണ് ഉപ്പും മുളകും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കൊണ്ടുവച്ചത്. ഇത്രയും നാളുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഉപ്പും മുളകും ആരംഭിക്കുന്നത് വരെ ഉണ്ടായിരുന്ന സദാ സീരിയലിന്റെ ഒരു രീതിയെ എല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് ഉപ്പും മുളകും ഒരു വേറിട്ട പരിവേഷത്തോടെ നമുക്ക് മുന്നിലേക്ക് എത്തിയത്. ബാലുവിനെയും നീലുവിനെയും മുടിയനെയും അങ്ങനെ എല്ലാവരുടെയും, ശിവാനിയെയും എല്ലാവരെയും നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയും ചെയ്തു. സീരിയൽ പ്രേമികളും സീരിയൽ വിരോധികളും മലയാള ടെലിവിഷൻ പ്രേക്ഷകരെ ഇങ്ങനെ രണ്ടായി തരം തിരിച്ചാലും തെറ്റില്ല. എന്നാൽ കടുത്ത സീരിയൽ വിരോധികളെ പോലും ആരാധകരാക്കി മാറ്റിയ ഒന്നാണ് ഫ്ലവേഴ്സ് ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന ഉപ്പും മുളകും. വേറെ സ്ഥലത്തൊക്കെ താമസിക്കുന്ന, പക്ഷെ ആ ഒരു പ്യുവർ ട്രിവാൻഡ്രം എന്ന് നമ്മൾ സിനിമയിലൊക്കെ നമ്മുടെ ശീലങ്ങളും ഭാഷയും നമ്മൾ ഒരുപോലെയാണ്. ചിലരുടെ ശീലങ്ങൾ വേറെ, ഭാഷ വേറെ ആയിരിക്കും. നമ്മൾ കൊല്ലുന്ന നമ്മളെ തീർത്തള ഇടിക്കും, മറ്റേത് ഞാൻ ഇപ്പം തീർക്കും കേട്ടാ എന്നിട്ട് അപ്പോൾ ചെറിയ എന്ത് സ്നേഹമായിട്ട് നമ്മൾ തീർക്കുകയും ചെയ്യും. അപ്പം ചെയ്ത്തും പറച്ചിലും ഒരു ബന്ധമില്ല. ട്രിവാൻഡ്രത്തല്ല, ദേഷ്യം വന്നു കഴിഞ്ഞാൽ ദേഷ്യം തന്നെ, സങ്കടം വന്നാൽ അവൻ സങ്കടം തന്നെ. അങ്ങനെ അതാണ് ചിരിച്ചോണ്ട് കഴുത്തിറക്കണ പരിപാടി ഇല്ല. സ്വന്തം നാടിലിരുന്ന് അങ്ങ് പുകഴ്ത്തുക. പണ്ട് ഇവിടെ വന്നപ്പോൾ ഞാൻ മലക്കറി തെക്കനാ മലക്കറി, ചില വാക്കുകൾ ഭയങ്കര പ്രശ്നമാണ്. പച്ചക്കറി എന്ന് പറയാൻ പാടില്ല, മലക്കറി എന്ന് പറയാൻ പാടില്ല. ഒരു കാര്യമുണ്ട്, അല്ല പണ്ട് വരെ എനിക്ക് ഇന്ന സ്ഥലം തോന്നിയിട്ടില്ല. കാരണം നാടകത്തിലായിരുന്നപ്പോഴേ നമ്മൾ എല്ലാ സ്ഥലങ്ങളും പോകുന്നുണ്ട്. ഇപ്പൊ ഇന്ന സ്ഥലത്ത് ജനിച്ചു വളർന്നില്ല. എനിക്കിപ്പോ എല്ലാവരും എന്നെ ഇപ്പൊ ഇല്ലേ, ഇപ്പൊ സിനിമകളെ അഭിനയിക്കുന്നൊക്കെ ട്രിവാൻഡ്രത്തിന്റെ സിനിമയിലല്ലോ ഞാൻ ചെയ്യണം അല്ലേ. ഇവിടെയുള്ള എല്ലാവരും, എറണാകുളം, കോഴിക്കോടായി, കണ്ണൂരായിക്കോട്ടെ, അവിടെയുള്ള ഡയറക്ടേഴ്സുകാർ നമുക്ക് വിളിച്ച് വേഷമൊക്കെ തരണത്. അങ്ങനെ ഒരു ഭാഷ നമുക്ക് സ്ഥലമോ കാലങ്ങളൊന്നുമില്ല. ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഭാഷയും കൈകാര്യം ചെയ്യാൻ പറ്റി അത്രയും നല്ലതാണ്. അതെ അതെ അതെ. ഈ ഡയലക്ട്സ് എന്ന് പറയുന്നത് ഒരു മലയാള സിനിമ, എനിക്ക് തോന്നുന്നു ലാലേട്ടനും മോങ്കയൊക്കെ പല പല ഡയലക്ട്സും. ഇദ്ദേഹത്തിന്റെ ലാലേട്ടൻ, നമ്മുടെ മിനി സ്ക്രീനിന്റെ ലാലേട്ടൻ എന്നാണ് പറയുന്നത്. ഡയലോഗ് ഡെലിവറി ലാലേട്ടൻ, അതേപോലെ ചിരി വിജയ് സേതുപതിയുടെ അതേ ചിരി പറയാറില്ലേ എന്ന് ആരോ പറഞ്ഞു. ഞങ്ങൾ എന്തൊക്കെ ഭാഗ്യങ്ങൾ സംഭവിക്കാൻ പോകണം ഇപ്പോഴേ പറഞ്ഞെങ്കിൽ ഇല്ലാതൊക്കെയാണ്. പക്ഷെ കണ്ണ് വെച്ചില്ലണ്ടാക്കാന്നൊക്കെ ഇല്ലേ, പറഞ്ഞു കേട്ടിട്ടില്ലേ? ലാലേട്ടന്റെ ഒരു മാനറിസം എപ്പോഴും കൂടുതലും പറഞ്ഞു കേൾക്കുന്നതാണ്, വിജയ് സേതുപതിനേക്കാൾ കൂടുതൽ അല്ലേ. അതെന്താണ്, അത് ഒരു നമ്മൾ കറക്റ്റ് നോക്കുകയാണെന്ന് ഒരു സാമ്യവും ഇല്ല. അദ്ദേഹത്തിന് എന്നെക്കാൾ ഹൈറ്റ് ഉണ്ട്, പിന്നെ വേറൊരു മുഖമാണ്. പിന്നെ അത് പക്ഷെ എന്താ പറയാ, എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ കുട്ടികൾ കളിക്കൂലേ ചെറിയ ഈ ഇവിടുത്തെ ലൈറ്റ്, അത് കണ്ടിട്ട് ആയിരിക്കാം പറയണം, അല്ല വേറൊരു കാര്യത്തിലും പറയാനുള്ളതൊന്നും. സ്നേഹമുള്ളവർക്ക് മാത്രം ഇങ്ങനത്തെ അംഗീകാരം നമ്മൾ മലയാളികൾ കൊടുക്കാറുള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞ ഫാമിലിയോടുള്ള അടുപ്പം എന്ന് പറയുന്നത് ഈ ഫാമിലിയിൽ എല്ലാവരോടുള്ളതാണ്. ഇപ്പൊ ഇതിനകത്ത് ഒരാൾ, ഞാൻ വേറെ വിഷയത്തിലേക്ക് പോയിട്ടോ, ഒരാൾ മാറി പോകുന്ന സമയത്തും നമ്മുടെ പ്രേക്ഷകർ, ഞാൻ ഉൾപ്പെടെയുള്ള ഒരു പ്രേക്ഷകനെയാണെന്നുണ്ട്, അപ്പം ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഒരാളെ കിട്ടുന്നത്. അപ്പം നമ്മൾ മുടിയൻ മാറി കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാന്നുള്ളത് തന്നെയാണ്, പക്ഷെ മിസ് ചെയ്യുന്നില്ലേ? തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അവൻ പോയത്, കാരണം ഞാൻ എപ്പോഴും കാണുന്നത് രണ്ട് വഴി. ഒന്ന് സ്നേഹം, അത് മാറി നിൽക്കട്ടെ, അത് വ്യക്തിപരമായ കുറച്ച് കാര്യങ്ങൾ. അല്ലാതെ വന്നു കഴിഞ്ഞാലേ ഒരുപാട് കണ്ടന്റുകൾ നമുക്ക് കിട്ടും. നമ്മളെപ്പോഴും അതാ നോക്കണേ. കാരണം 1500 എപ്പിസോഡായി. ഒരു ആർട്ടിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവൻ വഴി നമുക്ക് എത്ര പിടിക്കാന്നറിയാം, കണക്ട് ചെയ്ത് കഥകൾ പോകാൻ പറ്റും. ആ ഒരു പ്രശ്നമാണ് ഞാനിപ്പോൾ കാണണം. അല്ലാതെ ഇപ്പോൾ അവൻ ഇതല്ലെങ്കിൽ വേറെ ഒന്ന് കിട്ടും. ഇവിടെ എനിക്ക് എല്ലാവർക്കും അതായിരിക്കും, വേറെ കിട്ടും. പക്ഷേ അവൻ വന്നു കഴിഞ്ഞാൽ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കഥയും കുറച്ചുകൂടെ രസമായിട്ട് പോവാം. ഈ ഒരു ട്രാക്കിലേക്ക് മുടിയനെ കൊണ്ടുവന്ന് എത്തിക്കാൻ കുറെ കഷ്ടപ്പെട്ടൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അവൻ ഡാൻസ് ആയിരുന്നു, കണ്ണനൊക്കെ ഒരുപാട് പാടുപെട്ടു. നിന്ന് സംസാരിക്കാം, നിന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് സംസാരിക്കും. കണ്ണൻ പറഞ്ഞ നീ ആദ്യം നീ പിടിച്ച് കെട്ടി, നന്നായിട്ട് ആക്ട് ചെയ്യും കേട്ടോ, നന്നായിട്ട് ചെയ്യും. ഈ ഒരു പിള്ളേർക്കൊക്കെ കണ്ടു പഠിക്കാൻ നിങ്ങൾ രണ്ടുപേരാണ് സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുള്ളത്. ആ ഒരു ഭയങ്കര ഇൻഫ്ലുവൻസ് ഇവരിലുണ്ട്. കാരണം ഒരുപാട് സിനിമകളൊക്കെ വർഷങ്ങൾ അഭിനയിച്ച എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ചെയ്യുന്ന പോലെയാണ് ഈ പിള്ളേർ വന്ന് അനായാസമായി ചെയ്തിട്ട് പോകുന്നത്. ആ രണ്ടുപേര്, നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർത്ത് തന്നെയാണ് അവരെ മോൾഡ് ചെയ്തെടുത്തിരിക്കുന്നത് എന്നുള്ളത് എവിഡന്റ് ആണ്. അവർക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇന്നതുപോലെ ചെയ്യുന്നു, പറഞ്ഞു കൊടുക്കും. പിന്നെ ഡയറക്ടർ ഉണ്ട്, പിന്നെ എല്ലാവരും, പിന്നെ എനിക്ക് തോന്നുന്നത് അവർ നമ്മൾ കണ്ടങ്ങ് വളർന്നതാണ്. പഠിക്കാൻ വേണ്ടി പഠിച്ചതല്ല. ഇപ്പം പഠിക്കണം, എനിക്കിത് പഠിക്കണം, ഇങ്ങനെ ചെയ്യണമെന്ന് അല്ലല്ലോ. കണ്ടും കേട്ടും അറിയാതെയും പഠിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. കൂടെ നിന്ന് ആയിപ്പോയതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ മോൾഡ് ചെയ്ത് എടുക്കാൻ ബുദ്ധിമുട്ടിയത് ആരെയാണ് കൂട്ടത്തില്? അങ്ങനെയൊന്നുമില്ല, ഒരു രീതിയിലും ട്രാക്കിൽ പറ്റില്ല. ഇവിടെ നിൽക്കുന്ന ഞങ്ങൾ എല്ലാവരും ഒരുപോലെ തന്നെ ആയിരുന്നു. പിന്നെ അവർക്ക് തന്നെ കുട്ടികളായിരുന്നാലും അവർക്ക് തന്നെ മനസ്സിൽ നന്നായിട്ട് ചെയ്യണമെന്നൊരു ബോധം വരും. അത് വന്നേ പറ്റൂ. ആ ഒരു അതിൻ്റെ പുറത്തായിരിക്കാം ആരും പരസ്പരം വിട്ടുകൊടുക്കാതെ
നല്ല രീതിയിൽ ചെയ്യണത്. അത് നല്ലതാണ്, നല്ലൊരു മത്സരമാണ്. അതെ, മത്സരിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെന്ന് തന്നെ, ഒന്നോ രണ്ടൊന്നും അല്ലല്ലോ. പടവരെ കിടക്കുകയല്ലേ. ഈ നീലു ചേച്ചിയും ബാലുചേട്ടനും തമ്മിലുള്ള ഒരു കെമിസ്ട്രി അതൊരു ഭയങ്കര ഹൈലൈറ്റ് തന്നെയാണ്. ഈ ഒരു കെമിസ്ട്രി ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇതിനു മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടോ ഇതിലേക്ക് എത്തണ? ഇനി വർക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ പണ്ടത്തെ ഞാൻ ഒരു സീരിയലിൽ ഞാൻ അന്ന് എനിക്ക് സീരിയലിൽ അഭിനയിക്കാൻ പോകുമെന്നുള്ള എൻ്റെ മനസ്സിൽ പെട്രോൾ അടിക്കാൻ കാശ് കിട്ടാന്നുള്ളതാണ്. വേഷമൊന്നുമല്ല, എനിക്ക് ഒരു 2 ദിവസം വർക്ക് ഉണ്ടെങ്കിൽ എനിക്ക് 2 ദിവസം കാര്യങ്ങൾ നടന്നു പോകും. അങ്ങനെ ഇന്ദുമൂവി ചന്ദ്രമതിയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ആ ഇതിൽ നിഷ ഉണ്ടായിരുന്നു, എന്തോ ഒരു വേറൊരു റോളിൽ. നമ്മൾ പരസ്പരം അഭിനയിച്ചിട്ടൊന്നുമില്ല. കൃഷ്ണപൂജപ്ര സാറിൻ്റെ സ്ക്രിപ്റ്റായിരുന്നു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് അറിയുന്നത് തന്നെ. അത്രേ ഉള്ളൂ. ഇവിടെ കാണുന്നത് തന്നെ ഇവിടെ വന്നതിന് ശേഷം. ആ 2 പേര് തമ്മിലുള്ളൊരു ഒരു വർക്ക്ഔട്ട് ആവണം. 2 ആർട്ടിസ്റ്റുകൾ വന്ന് ചെയ്യുന്നു. അത് പ്രത്യേകിച്ച് സിറ്റ്കോമില് ഫ്രെയിമിൽ നിൽക്കുന്ന എല്ലാവരും തമ്മിലുള്ള ഒരു സിങ്ക് ഭയങ്കര. അതെനിക്ക് ആ സ്ക്രിപ്റ്റിന്റെ ഒരു ബലമാണ്. ആ സ്ക്രിപ്റ്റ് വഴി പോകുമ്പോൾ അതിനൊക്കെ നമ്മൾ അനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യണമല്ലോ. 2 പേരുടെ മീറ്റർ ഡിഫറെന്റ് ആയി കഴിഞ്ഞാൽ ഒരിക്കലും ചേർന്ന് പോകത്തില്ലല്ലോ. ഇല്ല. അതാണ് ഞാൻ സ്ക്രിപ്റ്റ് വൈസ് അങ്ങനെ ആയി തീരണം. അത് തീരാൻ വേണ്ടിയുള്ള കുറച്ച് പാട് കിട്ടും. ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു താളം, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, എന്താണെന്ന് മനസ്സിലാക്കി അങ്ങ് പോയി. അത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത്രയും വർഷമായിട്ട് വർക്ക് ചെയ്യല്ലേ, നമ്മൾ ആദ്യത്തെ ഒരു കുറച്ച് കാലമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഫോർമലായിട്ടൊക്കെ സംസാരിക്കും. ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ റിയൽ സ്വഭാവമൊക്കെ പുറത്താണ്. അടി ഉണ്ടാക്കാറുണ്ടോ? ഏറ്റവും കൂടുതൽ അടി ഉണ്ടാവണം എന്ത് വിഷയത്തില? അത് എല്ലാവരുടെയും അടീനെ പറ്റി കേൾക്കുന്നത്. അല്ല, ഈ ഡയലോഗ് പറയുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലത്. അതെന്താ പറയാൻ ശരിയാവത്തെ? അങ്ങനെയൊക്കെ എനിക്ക് മണിക്കൂറോളം ഷൂട്ട് നിർത്തി വെച്ചിട്ടുണ്ട്. ഈ വർക്കിന്റെ പരമായിട്ട് തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. അതോ നിങ്ങൾ അങ്ങോട്ട് അത് ട്രിവാൻഡ്രം മറ്റേ അങ്ങ് പിടിക്കും, ട്രിവാൻഡ്രം പിടിക്കും, സെക്രട്ടേറിയറ്റ് പിടിക്കും, ഞാൻ അവിടെ വെണ്ടുരുത്തി പാലം പിടിക്കും. അങ്ങനെ വഴക്കുണ്ടായിട്ടുണ്ട്. പിന്നെ ഒരിക്കൽ ഇതുപോലെ എന്താ പറയുക, ഇടയ്ക്കൊരു രസമായ സംഭവം ഉണ്ടായി. അത് ഏതോ ഒരു യൂട്യൂബിൽ വന്ന ഇതാണ്. നിഷ സാരംഗ് ബിജു സോപാൻ നിഷ സാരംഗിനെ വഞ്ചിച്ചു. അപ്പോൾ ഇതെടുത്ത് നോക്കിയത് വീട്ടിലൊക്കെ കണ്ടത് എടുത്ത് നോക്കി. സംഭവം എന്നറിയാമോ, ഈ നിഷ ഈ ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ടുവരും, ഞാനും ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരും. അപ്പോൾ നിഷ കൊണ്ടുവന്ന കുറച്ച് വലിയ ടില്ല. ഞാനത് ഈ ചെറിയ ബ്രേക്ക് സമയത്തൊക്കെ ഒരു സിനിമ എടുത്തിട്ട് പിള്ളേർക്കെല്ലാം കൊടുക്കും. അപ്പോൾ പിള്ളേർ തിന്നുമ്പോൾ പുള്ളിക്കാരൻ വിചാരിക്കണമെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവന്നതാണോ. അങ്ങനെ പിള്ളേർ എൻ്റെ അതൊന്നും കാണൂല. ഞാൻ ഇത് ഒറ്റയ്ക്ക് കഴിക്കുകയും ചെയ്യും. ഇത് തമാശയ്ക്ക് പറയാണ്, ഇങ്ങനെ എന്നെ ഭയങ്കര കള്ളനാണ്, വഞ്ചകനാണ്. അത് എടുത്ത് ഒരുപാട് ഇങ്ങനെ ഈ ടൈറ്റിലുകൾ ഭയങ്കര ഒരു പ്രശ്നമാണല്ലോ. അങ്ങനത്തെ പല ടൈറ്റിലുകളും വന്നിട്ടുണ്ടാവില്ലല്ലേ? വന്നിട്ടുണ്ട്. താരം ദമ്പതികൾ വിവാഹിതരായി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫോട്ടോ. അപ്പോൾ പക്ഷെ വന്നത് കണ്ണനും വർഷയും കൂടെ നമ്മുടെ സുരേഷ് നമ്മുടെ വന്നിട്ടുണ്ട്. ഈ ഒരു എന്താ പറയാ, അതൊക്കെ രസമുള്ള സംഭവമാണ് കേട്ടോ. വേറെ നമ്മൾ പക്ഷേ ഈ ഒരു സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഇത്രയും ഒരു അക്സെപ്റ്റൻസ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഒരു ഓഡിയൻസ് സാധാരണ TV പ്രേക്ഷകരല്ല, ടിവിയുടെ സീരിയൽ കാണുന്ന ആൾക്കാരെ അല്ല ഉപ്പുമുളകിന്റെ പ്രേക്ഷകരെന്ന് പറയുന്നത്. അതൊരു വേറെ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയയുടെ ആൾക്കാരാണ്. സോഷ്യൽ മീഡിയയിലാണ് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിരിക്കുന്നത് അല്ലേ? അപ്പൊ അത് എപ്പോഴെങ്കിലും ഫോളോ ചെയ്യാറുണ്ടോ നമ്മൾ ഈ സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത്? നമ്മുടെ പ്രേക്ഷകർക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങൾ വേണം എന്നുള്ള കാര്യം ഉണ്ടല്ലോ. അവരുടെ ടേസ്റ്റ് ഒക്കെ നമുക്ക് എന്താണെന്ന് കറക്റ്റ് അറിയാം. പിന്നെ ഒരു കാര്യമല്ലേ, ഈ ഇപ്പൊ ആരാണ് സെലിബ്രിറ്റി അല്ലാത്ത? ഞാൻ ചോദിക്കട്ടെ, എല്ലാവരും അല്ലേ വീട്ടിലെ ഒരു 5 പേരുണ്ടെങ്കിൽ 2 പേരെ സെലിബ്രിറ്റി. കാരണം അവർ മൊബൈൽ എടുത്ത് വയ്ക്കുന്നു, അവർ റീൽസ് ചെയ്യുന്നു. പണ്ട് മൊബൈലിൽ TV കാണാൻ കഴിയാത്ത സംഭവങ്ങൾ സ്വയം ക്രിയേറ്റ് ചെയ്ത് അവർ സ്റ്റാർ ആകുന്നു. പണ്ട് ആരെങ്കിലും എന്നെക്കാൾ ഉദ്ഘാടനം ഒരാൾ പൈസ വാങ്ങലുണ്ട് ഇതിൽ റീൽസ് ചെയ്തിട്ട് ഒരാൾ. തീർച്ചയായിട്ടും ഈ സോഷ്യൽ മീഡിയ എന്നെക്കാൾ മീൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും വർഷം നിന്ന് അതിനേക്കാൾ പോപ്പുലാരിറ്റി ഉള്ള ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ള നമുക്ക് പണ്ടത്തെ കാലത്ത് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് കഴിവുണ്ടായിട്ട് കാര്യമില്ല, വേറെ ആരെങ്കിലും ഒക്കെ കനിഞ്ഞാൽ മാത്രമേ നമുക്കൊരു അവസരം കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവാൻ പറ്റും. ഇപ്പൊ കയ്യിൽ ടാലന്റ് ഉണ്ടോ അവർക്ക് തന്നെ അത് മാർക്കറ്റ് ചെയ്യാൻ. ഞാൻ പോയിട്ടെ ഇപ്പൊ എത്ര വീട്ടമ്മമാര് അല്ലെങ്കിൽ വീട്ടിലെ ആൾക്കാർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഓരോ സംഭവങ്ങൾ ചെയ്യണാകുമ്പോൾ അത് നാച്ചുറലായിട്ട് ചെയ്തിട്ട് പോകല്ലോ അവര് അല്ലേ? തീർച്ചയായിട്ടും. ആ കാര്യത്തിൽ ഇപ്പൊ എനിക്കതിന് ഇത് പിന്നെ ആരെ ആരാധിക്കാന്നുള്ളതാണ്. എല്ലാവരും പരസ്പരമായി ഞാനും സെലിബ്രിറ്റിയാണ്. എല്ലാവരും അതിൻ്റെ പുതുമ അങ്ങ് പോയി.
പണ്ട് പറയില്ല ഇരുട്ടത്ത് മറ്റേ വെട്ടത്ത് ഷൂട്ട് ചെയ്ത് ഇരുട്ടത്ത് കാണിക്കുന്ന സംഭവമാണ്. പിന്നെ പുറത്ത് കാണിക്കില്ല, എവിടെയെങ്കിലും ഒരു ഷെഡിനകത്ത് അതിനെ പറ്റിയുള്ള ഒരു കാര്യം പുറത്ത് ഒരു കാര്യം. ആ കൗതുകം ഇപ്പൊ എനിക്ക് തോന്നുന്നു, ആ കൗതുകം ഒരു സ്റ്റാർഡം എന്നുള്ളത് കൗതുകം തോന്നണമെങ്കിൽ ഭയങ്കര ഭാഗ്യമാണ് അല്ലേ? അത് ശരിയാ. ഇപ്പോഴും കൗതുകം ഒരാൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ഭാഗ്യം. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റാർഡം എന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. കാരണം ഇപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ സെലിബ്രിറ്റീസ് ഒരുപാടുണ്ട്. പക്ഷെ അതിനിടയിലും നല്ലൊരു നടൻ എന്നല്ലെങ്കിൽ നല്ലൊരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ആ ഒരു അവനവൻ്റെ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വലിയ പാടാണ്. എങ്ങനെ തോന്നുന്നു ഈ ഒരു, അതായത് ഭയങ്കര ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള പോലെ ഫീൽ ചെയ്യാറുണ്ടോ? ഒരുപാട് പേരില്ലേ വൻ പ്രേക്ഷക പിന്തുണയോടെ കഴിഞ്ഞ 4 വർഷമായി ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന് മുന്നേറുകയാണ് ഈ കുടുംബ കോമഡി സീരിയൽ. ടെലിവിഷനിൽ മാത്രമല്ല യൂട്യൂബിലും ഉപ്പും മുളകിനും നിരവധി ആരാധകരാണുള്ളത്. ഒരുപക്ഷെ ചാനലിൽ ഉപ്പും മുളകും കാണുന്നതിനേക്കാൾ കൂടുതൽ പ്രേക്ഷകർ യൂട്യൂബിലായിരിക്കും ഈ സീരിയൽ കണ്ടിട്ടുണ്ടാവുക. എന്തുകൊണ്ടായിരിക്കും കണ്ണീർ സീരിയലുകളോട് വിരോധം പ്രകടിപ്പിക്കുന്നവർ പോലും ഈ സീരിയലിന്റെ ആരാധകരായി മാറുന്നത്? പൊതുവെ കണ്ണീർ സീരിയലുകളോടും കുടുംബ അന്തരീക്ഷത്തിലുള്ള പരമ്പരകളോടുമൊക്കെ വൈമുഖ്യം കാണിക്കുന്ന യുവാക്കൾ പോലും ഉപ്പും മുളകും എന്ന സീരിയലിന്റെയും അതിലെ അഭിനേതാക്കളുടെയും ആരാധകരായി മാറിയിരുന്നു. കുട്ടികളും യുവാക്കളും മുതൽ മുതിർന്നവരെ വരെ ഒരുപോലെ ആകർഷിക്കുന്ന ഉപ്പുമുളകിന്റെ പുതിയ വിശേഷമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഉപ്പുമുളക് ഇടയ്ക്ക് ബിജു മാറി, നീലു മാറി, അങ്ങനെയെല്ലാം ഉപ്പുമുളക് ഇപ്പോൾ വേറൊരു പരിവേഷത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് പ്രിയപ്പെട്ട പലരും ഇന്ന് ഉപ്പുമുളകിലില്ല. എന്നാൽ പഴയ ഉപ്പുമുളകും തിരിച്ചെത്തുന്നു എന്ന വാർത്തയാണ് എത്തുന്നത്. ബാലുവായിട്ട് ബിജു സോപാനം വരുന്നുവെന്നും നീലുവായി എന്നാൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ താരം അല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. നീലുവായിട്ട് എത്തുന്നത് മറ്റൊരു താരമാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. ബിജു സോപാനം സീരിയലിൽ ഇപ്പോൾ മുന്നോട്ട് വരാൻ പോകുന്നു. ബിജു സോപാനത്തിന് ഇടയ്ക്ക് സീരിയലിൽ തന്നെയുള്ള ഒരു പെൺകുട്ടി, അതിൽ അഭിനയിക്കുന്ന ഒരു സ്ത്രീയോ ഒരു പെൺകുട്ടിയോ ആയ ഒരാളിൽ നിന്നും ബിജു സോപാനത്തിനും ശ്രീകുമാറിനുമെതിരെ ഒരു ലൈംഗിക ഒരു കേസ് ഉണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ചാണ് ഇവർ ആ സീരിയലിൽ നിന്നും പുറത്തേക്ക് മാറിയത് തന്നെ. എന്നാൽ ഇപ്പോൾ ബിജു സോപാനം മടങ്ങി വരുന്നു. എന്നാൽ നീലു ആയി താൻ ഇനി മടങ്ങി വരില്ല എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് താരമെന്നാണ് അറിയാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നീലുവായിട്ട് മറ്റൊരു താരമാണ് എത്തുന്നത് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ഉപ്പുമുളകിന്റെ ഒരു USP എന്ന് പറയുന്നത് ചിലപ്പോൾ അധികം ഡ്രാമ ഇല്ലാതെ പറഞ്ഞു പോകുന്ന സീരിയലിന്റെ വേറിട്ട ട്രീറ്റ്മെന്റ് തന്നെ ആയിരിക്കും. നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന ലളിതമായ കാര്യങ്ങളെ അതിന്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാതെ അവതരിപ്പിക്കുകയാണ് ഉപ്പുമുളകിൽ. കണ്ടുകണ്ട് ആ വീടും വീട്ടിലെ അംഗങ്ങളും എവിടെയോ ജീവിച്ചിരിപ്പുണ്ടാകാം എന്ന തോന്നൽ പ്രേക്ഷകരിൽ ഉണ്ടാക്കാൻ കഴിയുന്നു എന്നതും ഈ ജനപ്രിയതയ്ക്ക്